കേറോസ് കനാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പപ്പീനെ സിറ്റ് ഡൗൺ ഗെറ്റപ്പ് എന്നുള്ള കമാൻഡ് എങ്ങനെ പഠിപ്പിക്കുന്നത് എന്നുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് ഒരുവിധം പഠിപ്പിച്ചതാണ് സിറ്റ് ഗെറ്റപ്പ് ഡൗണൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ എന്നാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന കമാൻഡുകൾ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫുഡിനോട് ഇൻട്രസ്റ്റ് തീരുന്നതിന് വേണ്ടിയാണ്. കയ്യിലിങ്ങനെ ഫുഡ് ഉണ്ടാവും. ഫുഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു ഈ തന്തവരണം കൊണ്ട് ഇങ്ങനെ മടക്കി പിടിക്കാം. അപ്പോൾ ഫുഡ് കാണാൻ പറ്റും. അപ്പോൾ പപ്പി സ്റ്റേ കമാൻഡ് ഏറ്റവും ആദ്യം നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഡൗണിൽ നിന്നാണ്. ആ ഡൗൺ പൊസിഷനിലാകുമ്പോൾ അവൾക്ക് കിടന്നാണ്. അപ്പോൾ കിടന്ന് ഫുഡ് കഴിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പോൾ ഡൗൺ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി വെരി ഗുഡ്. നമ്മൾ പപ്പീനെ സിറ്റ് ഗെറ്റപ്പ് ഡൗൺ എന്നുള്ളൊരു കമാൻഡ് മൂന്നും കൂടിയാണ് പഠിപ്പിക്കുന്നത്. കാരണം മൂന്നും കൂടി പഠിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഫുഡ് പീസ് എടുക്കുക. ഫുഡ് പീസ് എടുത്തിട്ട് ഇങ്ങനെ പപ്പിയുടെ നേരെ മുകളിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിറ്റ് ആവും പപ്പി. കാരണം ഈ ഫുഡ് കിട്ടാൻ വേണ്ടി ബാക്ക് വശം താഴ്മ സിറ്റാവും. സിറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് ഇവിടുന്ന് സിറ്റ് പൊസിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വലിക്കുകയാണ്. ഇങ്ങനെ വലിച്ച് കഴിയുമ്പോഴേക്കും പപ്പിയുടെ ആ ലെവലിലാണ് നമ്മൾ ഹൈറ്റിൻ്റെ ലെവലിൽ നോക്കിയിട്ട് വലിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിച്ച് കഴിഞ്ഞാൽ കയ്യിലിങ്ങനെ ഫുഡ് ഉണ്ടാവും. ഫുഡ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു ഈ തന്തവരണം കൊണ്ട് ഇങ്ങനെ മടക്കി പിടിക്കാം. അപ്പോൾ ഫുഡ് കാണാൻ പറ്റും. അപ്പോൾ പപ്പി ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഗെറ്റപ്പ് ആവും. അതാണ് സെക്കൻഡ് കമാൻഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫുഡ് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പപ്പിയുടെ കൈയുടെ രണ്ട് ഗ്യാപ്പിലേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. ഇങ്ങനെ കൈ മറിച്ചിട്ട് അങ്ങനെയാണ് ഡൗൺ കമാൻഡ്. അപ്പോൾ ഇങ്ങനെ ഡൗൺ ഗെറ്റപ്പ് സിറ്റ്, ഇതാണ് ഇതിൻ്റെ പൊസിഷൻ. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ വരും ഇതിൻ്റെ ഇത്. പപ്പി ഇവിടെ നേരെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ സ്ട്രൈറ്റ് തലയുടെ മുകളിൽ വരുന്ന സിറ്റ്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു 5-6 ഇഞ്ച് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഗെറ്റപ്പായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കൈ തിരിച്ചു കഴിഞ്ഞാൽ ഡൗൺ. അങ്ങനെ ആ 3 പൊസിഷനിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സിറ്റായി ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് കൊടുത്തു. ഇതെ ഗെറ്റപ്പ്. യെസ്, ഗുഡ് ഗെറ്റ്. കൈയുടെ ബാക്കിലേക്ക് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ആൾ ഡൗൺ ആവും. യെസ്, ഗുഡ് ഗെറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഡൗൺ പൊസിഷനിൽ നമ്മൾ എപ്പോഴും ഒരുപാട് കൂടുതൽ ഫുഡ് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേ കമാൻഡ് ഏറ്റവും ആദ്യം നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഡൗണിൽ നിന്നാണ്. ആ ഡൗൺ പൊസിഷനിലാകുമ്പോൾ അവൾക്ക് കിടന്നാണ്. അപ്പോൾ കിടന്ന് ഫുഡ് കഴിക്കാൻ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വലിയ ആളങ്ങനെ കുറേ നേരം അവിടെ കിടന്നോളും. അപ്പോൾ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഡൗൺ പൊസിഷനിൽ നമ്മൾ ഫുഡ് ഒരുപാട് എണ്ണം കൊടുക്കും. അപ്പോൾ അവൾക്ക് ഡൗൺ പൊസിഷനിൽ തന്നെ കുറേ നേരം കിടന്നോളും. കാരണം ഈസിയാണ്, കിടക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് കാരണം ഇരിക്കണേക്കാൾ കൂടുതൽ സുഖം അവൾക്ക് കിടക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഡൗൺ പൊസിഷൻ നമ്മളെപ്പോഴും ഒന്നിൽ കൂടുതൽ ഫുഡ് കൊടുത്ത് അവളെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കും എപ്പോൾ ചെയ്യുമ്പോഴും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റേ കമാൻഡ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം സമയം ഇങ്ങനെ കൂട്ടി കിട്ടും. ഇപ്പോൾ ഡൗണിൽ കുറേ നേരം കിടക്കാണ് കാരണം നമ്മൾ ഡൗണിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കൊടുക്കുന്നത്. സിറ്റ് ഗെറ്റപ്പ് ഒക്കെ ഓരോ ഫുഡ് കൊടുക്കും. ഡൗണിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫുഡ് കൊടുക്കും. ഗുഡ് ബോയ്, വെരി ഗുഡ്, സൂപ്പർ. പിന്നെ നമ്മളിങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സിറ്റ് ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. ഇത് ട്രെയിനേഴ്സ് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് അവർ സിറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ബാ പ്ലേസ്. ഈ പ്ലേസ് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഫുഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അവൾ അത് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറും. അപ്പോൾ കയറി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അതിനകത്ത് ഫുഡ് കൊടുക്കാം. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അതിനകത്ത് കയറി നിന്ന് ആ ഫുഡ് ഒരുപാട് കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്ത് വയ്ക്കുമ്പോഴേക്കും ആളതിനകത്ത് കയറി നിൽക്കും. കാരണം ഫുഡ് ഇപ്പോൾ തന്നെ കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ നിൽക്കാൻ ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ പ്ലേസ് എന്നുള്ള കമാൻഡും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ
അങ്ങനെയാണ് ആ കമാൻഡ് നമ്മൾ പഠിപ്പിക്കുന്നത് അവളെ. അതിനകത്ത് ഒന്ന് പരിചയപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് അവളെ പ്രാക്ടീസ് ചെയ്യണമെന്നല്ലോ. സൂപ്പർ. ഈ പൊസിഷനിലാണ് സിറ്റ് ആവണം അവൾ ഓട്ടോമാറ്റിക്കായിട്ട്. ഗുഡ് ഗേൾ. ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചാൽ ഗെറ്റപ്പ്. ഗുഡ് ഗേൾ. ഡൗൺ. ഇവിടെ കൈയുടെ ഗ്യാപ്പിലേക്ക് നമ്മൾ ശരിക്കും ഫുഡ് കൊടുക്കുമ്പോൾ അവൾ ഡൗൺ പൊസിഷൻ ആവും. യെസ്, ഗുഡ് ഗേൾ. വെരി ഗുഡ്. സൂപ്പർ. വെരി ഗുഡ് ഗേൾ. ഈ ബോക്സിലാകുമ്പോൾ കറക്റ്റായിട്ട് ആ ഫ്രെയിമിലാകുമ്പോൾ അവൾ കറക്റ്റായിട്ട് നല്ല പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. കാരണം കാലിൽ ബാക്കിലെ കാലൊക്കെ കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അവൾ ഡൗൺ പറഞ്ഞാൽ കറക്റ്റ് ഈ പൊസിഷനിൽ ഇരിക്കും. ഗെറ്റപ്പ്. യെസ്, ഗുഡ് ഗേൾ. വെരി ഗുഡ് ഗേൾ. സൂപ്പർ. സിറ്റ്. ഗുഡ് ഗേൾ. വെരി ഗുഡ് ഗേൾ. ഗെറ്റപ്പ്. യെസ്, ഗുഡ് ഗേൾ. ഹിര. ഡൗൺ. Yes, good girl. Very good girl. Super. Very good girl. Super. Super. Very good. Super. Super. Very good. നമ്മൾ ഡൗണിൽ ഒരുപാട് ഫുഡ് കൊടുക്കും. കാരണം അപ്പം അവളങ്ങനെ കിടക്കും, കഴിച്ചേച്ചിരുന്നോളും. അപ്പോൾ അങ്ങനെ വെയിറ്റും ആവും, നമുക്ക് സ്റ്റേ കമാൻഡും കറക്റ്റ് അടിക്കാൻ പറ്റും. ഗെറ്റ് അപ്പ്. ഇല്ല. യെസ്. വെരി ഗുഡ്. Down. Yes, super. Very good. Super. Very good. Super. Very good. Super. Very good. Get up. Get up. Yes, good. Very good. Very good. Very good. നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ആൾ ഗെറ്റപ്പ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡൗണിലേക്ക് പോകുന്നത്. സിറ്റിയിൽ നിന്ന് ഡൗണിലേക്ക് ചെയ്യൽ കുറവായിരിക്കും. അപ്പോൾ ഗെറ്റപ്പിൽ നിന്നാണ് നമ്മൾ ഡൗൺ കമാൻഡ് ചെയ്യണത്. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ പൊസിഷനിലിരിക്കും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗെറ്റപ്പ് കഴിഞ്ഞിട്ട് ഡൗൺ പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൈ ശരിക്കും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇങ്ങനെ ആൾ നല്ലോണം ഡൗൺ ആയിക്കോളും. പിന്നെ നമ്മൾ എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ എന്താണ് ഈ കപ്പ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിന് ഫുഡല്ല കൊടുക്കണം. നമ്മൾ വേറെ എന്തെങ്കിലും കമാൻഡ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഒന്ന് ഗെറ്റപ്പ് ആക്കിയിട്ട് കൊടുക്കണം. ഗെറ്റപ്പ് അവളുടെ ഇഷ്ടത്തിന് വിടരുത്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ എപ്പോഴും. എന്തെങ്കിലും കമാൻഡ്. ഡൗൺ. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അവള് ഫുഡിന് വേണ്ടിയാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കരുത്. നമ്മൾ പറഞ്ഞതിന് അനുസരിച്ചാൽ മാത്രം ഫുഡ് കൊടുക്കാവുന്ന രീതിയിലേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കമാൻഡ് ചെയ്യിപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കാം. ഓക്കെ. ഇറ്റപ്പ്. യെസ്. വെരി ഗുഡ്. വെരി ഗുഡ്. ഗെറ്റപ്പിലും പിന്നെ നമ്മൾ ആദ്യം ഡൗണിൽ നല്ലോണം ഫുഡ് കൊടുത്താൽ പിന്നെ ഗെറ്റപ്പിലും ഫുഡ് കൊടുക്കണം. കാരണം ഗെറ്റപ്പ് നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിനകത്തൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അതിനകത്ത് ഫുഡ് കൂടുതൽ കൊടുക്കണം. ഗുഡ്. സിറ്റ്. യെസ്, ഗുഡ്. വെരി ഗുഡ്. ഇവരെ പഠിപ്പിക്കുന്ന കമാൻഡുകൾ ഡെയിലി റിപ്പീറ്റ് ചെയ്ത് വെച്ചിരിക്കണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് ഫുഡിനോട് ഇൻട്രസ്റ്റ് തീരുന്നതിന് മുന്നേ നമ്മൾ കമാൻഡ് നിർത്തിക്കുക. ട്രെയിനിങ് നിർത്തണം. അപ്പോൾ നമ്മൾ അടുത്ത തവണ ട്രെയിനിങ്ങിന് വരുമ്പോഴേക്കും ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരുപാട് നേരം ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എല്ലാ കമാൻഡും ഒരു 2-3 സെഷൻ വീതം ചെയ്താൽ മതി ശരിക്കും. അപ്പോൾ അതിങ്ങനെ പിന്നെ ഡൗൺ കമാൻഡ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കുറച്ച് സ്റ്റേ കമാൻഡ്. അപ്പോൾ കുറേ നേരം അവൾ വെയിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിക്കോളും. അത്രയ്ക്കാണ് ഈ കമാൻഡ് ഈ ഡോഗ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കുറച്ച് നേരം ഒന്ന് ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് വെള്ളം കുടിക്കാൻ വിടാം. അപ്പോൾ അവളുടെ വായല ടേസ്റ്റ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും ഫുഡിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നി വരും. എപ്പോഴും നല്ല വിശപ്പുള്ള നേരത്തെ ട്രെയിൻ ചെയ്യാൻ ഏറ്റവും ബെറ്റർ. കാരണം വിശപ്പോട് കൂടിയാകുമ്പോൾ അവൾ പിടിപിടിന്ന് ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ട്രെയിനർമാരുടെ അടുത്ത് കൊടുക്കുമ്പോൾ അവർ നല്ലോണം വിശപ്പ് നിലനിർത്തിയാണ് അവർ പഠിപ്പിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് സമയമുള്ളൂ. ആകെ 40 ദിവസം അല്ലെങ്കിൽ 30 ദിവസം 40 ദിവസമൊക്കെയാണ് ട്രെയിനിങ്ങിന് കൊടുക്കുന്നത്. എനിക്ക് 1-2 ആഴ്ച ആയാൽ പപ്പി ഒന്ന് ശരിക്കും സെറ്റായി വരുള്ളൂ അവരായിട്ട്. അപ്പോൾ പിന്നെ ട്രെയിനിങ്ങിന് ചെയ്യണമെങ്കിൽ 1 മാസമൊക്കെ കഷ്ടി കിട്ടുള്ളൂ. അപ്പോൾ ചെയ്യാൻ വേണ്ടി അവർ
നല്ല വിശപ്പ് നിലനിർത്തിയേ പഠിപ്പിക്കുള്ളൂ. പപ്പി ക്ഷീണിക്കും. കാരണം വിശപ്പ് ഉണ്ടാവാൻ വേണ്ടി അവർ ഫുഡ് ഒരുപാട് കൊടുക്കില്ല. നമ്മൾ വീട്ടിൽ കൊടുക്കണമാതിരി ഫുഡ് ഒരുപാട് കൊടുക്കില്ല. അവർക്ക് ട്രെയിനിങ് ആണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് കാരണം വിശപ്പ് നിലനിർത്തിയാണ് പഠിപ്പിക്കുന്നത്. ഏറ്റവും ബെറ്റർ മെത്തേഡ് അതാണ്. കുഴപ്പമൊന്നുമില്ല. ആൾക്ക് അത്യാവശ്യം വിശപ്പ് മാറും. എന്നാൽ ഒരുപാട് ഫുഡ് കൊടുക്കില്ല. ആ ട്രെയിനിങ്ങിലുള്ള ഫുഡ് അത്യാവശ്യത്തിനുള്ളത് കൊടുക്കണം. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Super.